ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ജോഗ്രഫിയിൽ നിന്ന്, അതുപോലെ തന്നെ സിവിക്സിൽ നിന്ന്, സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന്. അതായത് റാംസർ സൈറ്റുകളെ പറ്റി ചോദ്യങ്ങൾ വരാം, വാട്ടർഷെഡ് മാനേജ്മെന്റ് അകത്തു നിന്ന് ചോദ്യം വരാം, അതുപോലെ തന്നെയാണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ 3 സബ്ജക്റ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ അതിനുവേണ്ടി ഈ പറയുന്ന ടോപ്പിക്ക് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അപ്പോൾ അത്തരത്തിലുള്ളൊരു തയ്യാറെടുപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് വെറ്റ്ലാൻഡ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെറ്റ്ലാൻഡ് എന്താണെന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാകണം. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തണ്ണീർത്തടം എന്ന് നമ്മൾ പറയും. തണ്ണീർത്തടങ്ങൾ, തണ്ണീർത്തട സംരക്ഷണമാണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഈർപ്പാംശം കൂടുതലുള്ള ചതുപ്പുകൾ എന്ന് പറയാറില്ല, അത്തരത്തിലുള്ള ഏരിയകളാണ് നമ്മൾ പൊതുവേ വെറ്റ്ലാൻഡുകൾ എന്ന് പറയുന്നത്. ആദ്യം ഒരു ഐഡിയ നമ്മൾ മനസ്സിലുണ്ടാകുക, എന്താണ് വെറ്റ്ലാൻഡുകൾ. നമ്മൾ ഈ വയൽ പോലത്തെ പ്രദേശങ്ങൾ അത് വെറ്റ്ലാൻഡ് ആണ് അല്ലെ. അതായത് ഈ പറയുന്ന തടാകങ്ങളുള്ള കായൽ പോലുള്ള പ്രദേശങ്ങൾ അത് വെറ്റ്ലാൻഡുകളാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ സുന്ദർബൻസ്, ഡെൽറ്റകൾ വെറ്റ്ലാൻഡുകളാണ്. അപ്പൊ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ an area of land that is either covered with water or saturated with water. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമോ അല്ലെങ്കിൽ ആ മണ്ണിൽ വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലുണ്ട്, അപ്പൊ ചെളി പോലത്തെ അവസ്ഥയിലായിരിക്കുന്ന പ്രദേശങ്ങളാണ് വെറ്റ്ലാൻഡുകൾ നമ്മൾ പറയുന്നത്. ഇനി ഈ പറയുന്ന വെറ്റ്ലാൻഡുകൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെറ്റ്ലാൻഡുകളെ പറ്റി പഠിക്കുന്നത്? നമ്മുടെ PSCക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും ഈ വെറ്റ്ലാൻഡുകളെ പറ്റി പഠിക്കുന്നു, വെറ്റ്ലാൻഡ് കൺസർവേഷനെ പറ്റി പഠിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറ്റ്ലാൻഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കുക എന്നുള്ളത്, തണ്ണീർത്തട സംരക്ഷണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് വെറ്റ്ലാൻഡുകൾ. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നമായിട്ടുള്ള നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന കൃഷിയിടങ്ങൾ, അതായത് വയലുകളിൽ നിന്നാണ്. അതൊരു തരത്തിലുള്ള വെറ്റ്ലാൻഡുകളാണ്. അതുപോലെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള പക്ഷികളുടെ, ദേശാടന പക്ഷികളും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള പക്ഷികളുടെയും ഒരു ആവാസ സ്ഥലമാണ്, വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു പ്രദേശമാണ് ഈ പറയുന്ന വെറ്റ്ലാൻഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് ചിൽക്ക ആയിക്കോട്ടെ, അങ്ങനെ പല വെറ്റ്ലാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന വയലുകളോട് ചേർന്ന് കിടക്കുന്ന വെറ്റ്ലാൻഡുകൾ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പക്ഷികൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന വെറ്റ്ലാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ സംരക്ഷണത്തിനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കാൻ വേണ്ടിയും ഇതെല്ലാത്തിനും തന്നെ വെറ്റ്ലാൻഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? കടലാക്രമണം ഉണ്ടാകുന്നത് തടയാതിരിക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി വെറ്റ്ലാൻഡ് സംരക്ഷിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഈ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ലോകത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ഒരു മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് PSCക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നു, നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ്, റാംസർ കൺവെൻഷൻ നടക്കുന്നുണ്ട് ഇറാന്. നമുക്കറിയാം, ഇറാനിലെ റാംസർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ പങ്കുചേർന്നിട്ടുള്ള പാർട്ടീസ്, രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നു. ആ റാംസർ കൺവെൻഷനെ വെറ്റ്ലാൻഡ് കൺവെൻഷൻ നമ്മൾ വിളിക്കാറുണ്ട്. ഈ പറയുന്ന തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ പങ്കെടുത്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ട്രീറ്റി, ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നു. അതിനാണ് നമ്മൾ റാംസർ ട്രീറ്റി എന്ന് പറയുന്നത്. റാംസർ ട്രീറ്റി എന്ന് നമ്മൾ പറയാറില്ലേ? റാംസാർ ഉടമ്പടി എന്ന് നമ്മൾ പറയാറില്ലേ? അത് എന്നാണ് സൈൻ ചെയ്യുന്നത്? 1971 ഫെബ്രുവരി 2 സൈൻ ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് റാംസർ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനിലെ റാംസറിൽ വെച്ച് 1971 ഫെബ്രുവരി 2 സൈൻ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രാബല്യത്തിൽ വരുന്ന 1975 അതിന്റെ ആ ട്രീറ്റിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ വരുന്നത് 75 മുതലാണ്. ഇനി ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ 172 രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ 172 അംഗങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട്, കോൺട്രാക്ടിങ് പാർട്ടീസ്, അതിൽ സൈൻ ചെയ്തിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്, രാജ്യങ്ങളും സംഘടനകളും കൂടെ ചേർത്തിട്ട്. ഇന്ത്യ എന്നാണ് ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമായെന്ന് ചോദിച്ചാൽ 1 ഫെബ്രുവരി 1982. അപ്പൊ നിങ്ങൾ ഈ 2 ഡേറ്റുകൾ ഇവിടെ അറിഞ്ഞിരിക്കുക. 71 ഫെബ്രുവരി 2 റാംസർ ട്രീറ്റി സൈൻ ചെയ്തും ഇന്ത്യ അംഗമായത് 82 ഫെബ്രുവരി 1. ഇനി ഫെബ്രുവരി 2 പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്താണ്? വേൾഡ് വെറ്റ്ലാൻഡ് ഡേ അല്ലെ, ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഇപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റാംസർ ഉടമ്പടി സൈൻ ചെയ്ത ദിവസമാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്.
അപ്പൊ അത് പഠിക്കുമ്പോൾ ഡേറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ വർഷവും നമ്മൾ ഈ തണ്ണീർത്തട ദിനം ആചരിക്കുന്ന സമയത്ത് അതിന്റെ തീമുകളുണ്ട്. ഓരോ വർഷവും തീമുകൾ പുറത്തിറക്കാറുണ്ട്. അതിന്റെ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ആ വർഷം നമ്മൾ വെറ്റ്ലാൻഡ് ഡേ ആചരിക്കുന്നത്. 2024 തീം എന്താ? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഇനി 2023 ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ. 2022 വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നിങ്ങനെ ഓരോ വർഷത്തെയും തീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 വർഷത്തെയും തീമുകളൊന്ന് അറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. ഇനി റാംസർ കൺവെൻഷൻ നമ്മൾ പറഞ്ഞു. റാംസർ കൺവെൻഷൻ വെറ്റ്ലാൻഡുകൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? an ഏരിയ ഓഫ് മാർഷ്, ഫെൻ, പീറ്റ് ലാൻഡ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചതുപ്പ് നിലങ്ങളാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പല വൈവിധ്യങ്ങളായിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ കാണാൻ പറ്റത്തില്ല. എന്നിരുന്നാലും എന്താണ്, മരങ്ങളൊക്കെ വളരുന്ന ചതുപ്പ് നിലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന പുല്ലുകളുള്ളത്, വെള്ളം കെട്ടി നിൽക്കുന്ന ചതുപ്പ് നിലങ്ങളുണ്ട്. വെള്ളം പോയിട്ടും അവിടെ ഈർപ്പമുള്ള മണ്ണും ചെളി പോലത്തെ സംഗതി മാത്രമുള്ള ചതുപ്പ്, പലതരത്തിലുള്ള ചതുപ്പ് നിലങ്ങളുണ്ട്. മാർഷസ്, ഫെൻ, പീറ്റ് ലാൻഡ്. നമ്മൾ ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുമ്പോൾ പല വൈവിധ്യങ്ങളായിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ നമ്മൾ കാണാൻ പറ്റും. മനസ്സിലായോ? കൂടുതലും പ്രേത സിനിമകളിലും അത്തരത്തിലുള്ള സംഗതികൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വെറ്റ്ലാൻഡ് എന്ന് പറയാം. വിച്ച് ഇസ് ടെമ്പററി ഓർ പെർമനന്റ്. സ്ഥിരമായിട്ട് ആ ഒരു അവസ്ഥയിലുള്ളതാകാം. അല്ലെങ്കിൽ എന്താണ്, ടെമ്പററി, താൽക്കാലികമായിട്ട് വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് മാത്രം ഒരു വെറ്റ്ലാൻഡ് ആയിട്ട് മാറുന്നതും ആകാം. ഫോം നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി. അത് പ്രകൃതിയാൽ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി മാൻമെയ്ഡ് ആയിട്ടുള്ള എന്താകാം, വെറ്റ്ലാൻഡ് ആകാം. എന്തെങ്കിലും ഡാം കിട്ടുന്നത് വഴിയോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെറ്റ്ലാൻഡ് ക്രിയേറ്റ് ചെയ്തതാകാം. ഇറ്റ് ഇൻക്ലൂഡ് ഫ്രഷ്, ബ്രാക്കിഷ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ. അതായത് ശുദ്ധജലമാകാം അല്ലെങ്കിൽ ഉപ്പ് ജലമാകാം. ഇത് രണ്ടിന്റെ ഒരു മിക്സ്. നമുക്കറിയാമല്ലോ, ഒരു കായൽ ജലം പോലത്തെ അത്തരത്തിലുള്ള അവസ്ഥയിലും ആകാം. ഏതുവാണോ ആകാം. ഫ്രഷ് വാട്ടർ വെറ്റ്ലാൻഡ് ആകാം, സോൾട്ട് വാട്ടർ വെറ്റ്ലാൻഡ് ആകാം. അപ്പൊ ഇതിനെ എല്ലാം കൂടെയാണ് റാംസർ കൺവെൻഷൻ അകത്ത് വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. ഇനി റാംസർ കൺവെൻഷൻ എന്താണ്? ദ കൺസർവേഷൻ ആൻഡ് വൈസ് യൂസ് ഓഫ് ഓൾ വെറ്റ്ലാൻഡ് ത്രൂ ലോക്കൽ ആൻഡ് നാഷണൽ ആക്ഷൻ ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേഷൻ. അപ്പൊ ഈ ഒരു റാംസർ ട്രീറ്റിക്കകത്ത് പറയുന്നത് എന്താണ്? നമ്മുടെ കൺസർവേഷൻ, വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡുകളുടെ സംരക്ഷണം, അതുപോലെ തന്നെ വൈസ് യൂസ്, പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. എങ്ങനെയാ? ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേഷൻ. അതായത് ലോക്കൽ ആൻഡ് നാഷണൽ ആക്ഷൻ, രാജ്യത്തിനകത്ത് നിയമപരമായി, അതായത് നിയമം വഴി രാജ്യത്തിൽ മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള സംരക്ഷണം നടപ്പിലാക്കുക. ലോക്കൽ, സംസ്ഥാനങ്ങൾ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ഏരിയാസ് വഴി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന വെറ്റ്ലാൻഡ് കൺസർവേഷന്റെ ഭാഗമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോപ്പറേഷൻ, അന്താരാഷ്ട്ര സഹകരണം. നമുക്കറിയാം ചില വെറ്റ്ലാൻഡുകൾ പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഉദാഹരണം സുന്ദർബൻസ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് കിടക്കുന്നതാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സുന്ദർബൻസ് സംരക്ഷിക്കാൻ ഇന്ത്യ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ബംഗ്ലാദേശിന്റെയും സഹകരണം ആവശ്യമാണ്, ഇന്റർനാഷണൽ കോപ്പറേഷൻ. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ ഒരു നമ്മുടെ റാംസർ കൺവെൻഷൻ, റാംസർ ട്രീറ്റി പ്രവർത്തിക്കുന്നത്. ആസ് എ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അങ്ങനെ ലോകത്തിലെ സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ശ്രദ്ധിക്കാം, ലോക്കൽ, നാഷണൽ ആക്ഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോപ്പറേഷൻ. ആ 3 വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി റാംസർ കൺവെൻഷൻ 3 പില്ലേഴ്സ് ആണ് അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് റാംസർ കൺവെൻഷൻ ഉണ്ടല്ലോ, ഈ ഒരു റാംസർ ട്രീറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട ശിലകളുടെ മുകളിലാണ്. ആ ഒരു റാംസർ കൺവെൻഷൻ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നിലനിൽക്കുന്ന ഒരു 3 ശിലകളുടെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്ന 3 എണ്ണമാണ് റാംസർ കൺവെൻഷന്റെ. ഏതൊക്കെയാ? ഒന്ന് വൈസ് യൂസ്, മറ്റൊന്ന് ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, 3 ഇന്റർനാഷണൽ കോപ്പറേഷൻ. അപ്പൊ ഒന്നാമത്തെ വൈസ് യൂസ്, അതായത് വെറ്റ്ലാൻഡുകളെല്ലാം വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് നടത്തി. നമുക്കറിയാം വെറ്റ്ലാൻഡ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ നമുക്ക് കൃഷി ചെയ്യാം, അതുപോലെ ടൂറിസം ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. അവിടെ വരുമ്പോൾ വെറ്റ്ലാൻഡ് സംരക്ഷണവും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരുമാനവും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടൂറിസം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംരക്ഷണവും നടക്കുന്നു, ഒപ്പം തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് വരുമാനവും നേടിത്തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വൈസ് യൂസ്, അതിനുവേണ്ടി എന്ത് വേണം? പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ്, ലെജിസ്ലേഷൻ, നിയമങ്ങൾ പാസ്സാക്കണം, പോളിസീസ് പാസ്സാക്കണം, പബ്ലിക് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെന്ന് പറയുന്നു. രണ്ടാമത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ റാംസാർ സൈറ്റുകൾ എന്ന് പറയാറില്ല, ഇത്ര റാംസാർ സൈറ്റ് ഉണ്ട് ഇന്ത്യക്ക്, 80 റാംസാർ സൈറ്റ് ഇന്ത്യക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? രണ്ടാമത്തെ ശിലയാണ്. റാംസാർ കൺവെൻഷന്റെ രണ്ടാമത്തെ ശിലയാണ് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വെറ്റ്ലാൻഡുകൾ. അപ്പോൾ ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്?
ഇത്തരത്തിലുള്ള റാംസാർ കൺവെൻഷൻ മീറ്റിങ്ങുകൾ കൂടുന്ന സമയത്ത് അവരുടെ രാജ്യത്ത് നിന്നുള്ള ഈ പറയുന്ന സൈറ്റുകളെ, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സൈറ്റുകളെ റാംസാർ സൈറ്റുകളായിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലും ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ കൂടുതൽ റാംസാർ സൈറ്റുകൾ നിലവിൽ വരുന്നത്. മറ്റൊന്ന് ഇന്റർനാഷണൽ കോപ്പറേഷൻ. നമ്മൾ പറഞ്ഞു എന്താ, അന്താരാഷ്ട്ര സഹകരണം. ഒരു രാജ്യത്തിനകത്തുള്ള സർക്കാർ മാത്രം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, പകരം മറ്റ് രാജ്യങ്ങളുടെ സഹകരണം കൂടെ ആവശ്യമാണ്. നമ്മൾ സുന്ദർബൻസിന്റെ കാര്യം പറഞ്ഞ പോലെ അതൊരു വെറ്റ്ലാൻഡ് ആണ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെറ്റ്ലാൻഡ് ആണ് സുന്ദർബൻസ്. അപ്പൊ സുന്ദർബൻസിന്റെ സംരക്ഷണത്തിന് വേണ്ടി ബംഗ്ലാദേശിന്റെയും സഹകരണം ആവശ്യമാണ്, ട്രാൻസ് ബൗണ്ടറി വെറ്റ്ലാൻഡുകളുടെ സംരക്ഷണത്തിന്. അപ്പോൾ ഈ 3 അടിസ്ഥാന ശിലയുടെ പുറത്താണ് റാംസാർ കൺവെൻഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് മോൺട്രെക്സ് റെക്കോർഡ്. മോൺട്രെക്സ് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? പലപ്പോഴും നമ്മൾ അറിയാറുണ്ട് മോൺട്രെക്സ് റെക്കോർഡും ഈ പറയുന്ന റാംസർ സൈറ്റുകളും സെയിം ആണോ? യഥാർത്ഥത്തിൽ ഈ റാംസർ സൈറ്റിന്റെ ഭാഗമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. എന്താണ്? ഈ പറയുന്ന പോലെ റാംസർ സൈറ്റിനകത്ത് വരുന്ന സൈറ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. എന്തിനാണ് ഈ പറയുന്ന പ്രത്യേക ഒരു റെക്കോർഡ്? റാംസർ ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഓൾറെഡി. അതുകൂടാതെ പ്രത്യേക ഒരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വെറ്റ്ലാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്കോളജിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അല്ലെ? ചില വെറ്റ്ലാൻഡുകളിൽ എക്കോളജിക്കൽ ചേഞ്ച്, എക്കോളജിക്കൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനോ സാധ്യതയുള്ള. എങ്ങനെയാ? അതൊന്നെങ്കിൽ ടെക്നോളജി വളർച്ച കാരണം, പൊല്യൂഷൻ കാരണം, മനുഷ്യന്റെ ഇടപെടൽ കാരണം. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വെറ്റ്ലാൻഡുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പൊല്യൂട്ടഡ് ആവുകയാണ്, അല്ലെങ്കിൽ അവിടെ ദേശാടന പക്ഷികൾക്ക് വരാൻ സൗകര്യമില്ല, വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ പറയുന്ന നിലവിലുള്ള ആ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം, അതായത് ക്യാരക്ടേഴ്സ്, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആകുന്നു. ചേഞ്ച് ആകുന്നതോ ഭാവിയിൽ ആകാൻ സാധ്യതയുള്ളതായിട്ടുള്ള, അതായത് നമുക്ക് എന്ത് പറയാം, ഭീഷണി നേരിടുന്ന വെറ്റ്ലാൻഡുകൾ, ഇത് മനുഷ്യന്റെ പ്രവർത്തനം കാരണമോ ടെക്നോളജി മാറിയത് കാരണമോ പൊല്യൂഷൻ കാരണമോ ഈ പറയുന്ന ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറ്റ്ലാൻഡുകളെ നമ്മൾ മോൺട്രെക്സ് റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്, റാംസർ സൈറ്റിലുള്ള വെറ്റ്ലാൻഡുകൾ. എന്നിട്ട് എന്ത് ചെയ്യും? ആ വെറ്റ്ലാൻഡുകളുടെ റീസ്റ്റോറേഷൻ, അതിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അതിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അതിനെ പഴയ സ്ഥിതിയിലോട്ട് കൊണ്ടെത്തിച്ചതിന് ശേഷം മോൺട്രെക്സ് റെക്കോർഡിന് എന്ത് ചെയ്യും? അതിനെ എടുത്ത് മാറ്റും. അപ്പൊ അതിനകത്ത് എപ്പോഴും ഒരു വെറ്റ്ലാൻഡ് ഉൾപ്പെട്ട്, അതായത് പെർമനന്റ് ആയിട്ട് എല്ലാ വെറ്റ്ലാൻഡുകളും അല്ലെങ്കിൽ നമ്പർ ഓഫ് വെറ്റ്ലാൻഡുകൾ മോൺട്രെക്സ് റെക്കോർഡിനകത്ത് ഉൾപ്പെടണമെന്നില്ല. ഇന്ന് 5 ഉണ്ടെങ്കിൽ 4-5 ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതെന്താണ്? ഇത്തരത്തില് ക്യാരക്ടർ, സ്വഭാവത്തിൽ വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവത്തിൽ വ്യത്യാസം വന്ന വെറ്റ്ലാൻഡുകൾ ഉൾപ്പെടുത്തുന്നു. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പഴയ സ്ഥിതിയിലോട്ട് കൊണ്ടുപോയതിനു ശേഷം അതിനെ റെക്കോർഡിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. അങ്ങനെ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് 2 എണ്ണമാണുള്ളത്. 2 എണ്ണം ഉണ്ട്. ഒന്ന് കിയലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, മറ്റൊന്ന് ലോക്തക് ലാക്ക് മണിപ്പൂർ. ലോക്തക് ലാക്ക് മണിപ്പൂറും കിയലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനുമാണ് നിലവിൽ മോൺട്രെക്സ് റെക്കോർഡിലുള്ള 2 വെറ്റ്ലാൻഡുകൾ. മുന്നേ ചിൽക്ക ലേക്ക് ഉണ്ടായിരുന്നെങ്കിലും ചിൽക്ക ലേക്കിനെ പഴയ സ്ഥിതിയിലോട്ട് കൊണ്ടുപോയതിനു ശേഷം മോൺട്രെക്സ് റെക്കോർഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് റാംസർ ലിസ്റ്റിനൊപ്പം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മോൺട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സംഗതി നിങ്ങൾ കുറച്ചു കാലം മുന്നേ കണ്ടായിരിക്കും, അല്ലെ? അതായത് 75ാം സ്വാതന്ത്ര്യം നേടുന്നു, ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിക്കുമ്പോൾ 75 വർഷം സ്വാതന്ത്ര്യം നേടി 75ാം വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ 75 റാംസർ സൈറ്റുകൾ എന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾ വളരെ പ്രധാനത്തോടെ നിങ്ങൾ PSC പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടുന്ന സമയത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിലവിൽ 75 തന്നെയാണോ ഇന്ത്യയിലുള്ളത്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75ാം വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ നിലവിൽ 75 തന്നെയാണോ ഇന്ത്യയിലുള്ളത്? അല്ല, നിലവിൽ 80 റാംസർ സൈറ്റുകളുണ്ട്. അപ്പൊ ഇത് 75 വന്ന സമയത്തുള്ള ഒരു വാർത്തയാണ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, അതോ ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി കൊണ്ടുവന്നതേ ഉള്ളൂ. നിലവിൽ 80 റാംസർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. 75 നിന്ന് 80 നമ്മളൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത 5 സൈറ്റുകൾ, അപ്പോൾ 75 നിന്ന് 80 ആകാൻ പുതിയതായിട്ട് 5 വേണം. അതിൽ 3 കർണാടകയിൽ നിന്നുള്ളതാണ്, 2 തമിഴ്നാട് നിന്നുള്ളതാണ്. നോക്കിയേ, അപ്പോ അങ്കസമുദ്ര എന്ന് പറയുന്നത് അങ്കസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ് ആണ്. അങ്കസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ്. അതുപോലെ തന്നെ അഖനാശിനി എസ്ചറി ആൻഡ് മഖാഡി കേരി കൺസർവേഷൻ റിസർവ്. അങ്ങനെ 3 ഉണ്ട്. അങ്കസമുദ്ര ബേർഡ് കൺസർവേഷൻ റിസർവ്, അഖനാശിനി എസ്ചറി, അതുപോലെ തന്നെ മഖാഡി കെയർ കൺസർവേഷൻ റിസർവ്.
ഇത് മൂന്നും തന്നെ എന്താണ്? ഇത് മൂന്നും തന്നെ കർണാടകയിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് മൂന്നും തന്നെ കർണാടകയിൽ നിന്നുള്ള എന്താണ്? റാംസർ സൈറ്റുകളാണ്. ഇനി മറ്റ് രണ്ട് റാംസർ സൈറ്റുകൾ എന്ന് പറയുന്നത് തമിഴ്നാടിൽ നിന്നുള്ളതാണ്. കരൈവെട്ടി ബേർഡ് സാങ്ച്വറിയും ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റും. കരൈവെട്ടി ബേർഡ് സാങ്ച്വറിയും ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റും ഇത് രണ്ടും തമിഴ്നാടിൽ നിന്നുള്ളതാണ്. അങ്ങനെ 5 സൈറ്റുകൾ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നോക്കിയേ, അപ്പൊ ഇതാണ് പുതിയതായിട്ട് വന്ന 5 സൈറ്റുകൾ. ഈ 5 എണ്ണത്തിന്റെ പേരുകളൊന്ന് അറിഞ്ഞിരിക്കുക. അംഗസമുദ്ര, അതുപോലെ തന്നെ അഘനാശിനി, കറക്റ്റ് അല്ലെ? അഘനാശിനി, മഖഡി കെയർ കൺസർവേഷൻ റിസർവ്. അപ്പൊ ഇത് മൂന്നും തന്നെ ഇന്ത്യയിൽ നിന്ന് കർണാടകയിൽ നിന്ന് വന്ന പുതിയത്. കരൈവെട്ടിയും ലോങ്വുഡും തമിഴ്നാടിൽ നിന്ന് വന്ന 2 എണ്ണം. അങ്ങനെ 5 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ 75 ആകാൻ വേണ്ടി 11 എണ്ണം വന്നിരുന്നു. ഇന്ത്യയിൽ പുതിയതായിട്ട് 11 എണ്ണം ആഡ് ചെയ്തപ്പോഴാണ് 75 ആയി മാറിയത്. ആ 11 എണ്ണത്തിന്റെ പേരുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. ആ 11 എണ്ണം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഈ 5 എണ്ണമാണ്. കാരണം അതാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? അത് സ്റ്റിൽ തമിഴ്നാട് തന്നെയാണ്. മുന്നേയും തമിഴ്നാടാണ്, ഇപ്പോഴും തമിഴ്നാടാണ്. 16 റാംസർ സൈറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. തൊട്ട് താഴെയുള്ളത് ഉത്തർപ്രദേശ്, 10 സൈറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി വേറൊരു രീതിയിൽ നോക്കണം. നിങ്ങൾക്ക് ഇനി അടുത്ത് നോക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഈ റാംസർ സൈറ്റുകളിൽ ഏറ്റവും വലുത് ഏതാണ്, ആദ്യം വന്നത് ഏതാണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും. ആർക്കും ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും പലരും കൺഫ്യൂഷൻ അയ്യോ ഇന്ത്യയിൽ ഇതാണല്ലോ ആദ്യത്തത്, ഇതാണല്ലോ ചെറുത്. പല ആൾക്കാരും പല ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ടല്ലോ. പക്ഷേ നമുക്ക് റാംസർ കൺവെൻഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ തെറ്റായിരിക്കത്തില്ല. കാരണം അവരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? റാംസർ കൺവെൻഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവർ തരുന്ന ഇൻഫർമേഷൻ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. ആണല്ലോ? PSCയോട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന. അവർ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ് റാംസർ എന്താണ് കൺവെൻഷന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും വലുത്, ഇന്ത്യയിൽ ഏറ്റവും ചെറുത് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇത് കൊടുത്തിട്ടുള്ള എന്താണ്? ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് രാജ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ കോണ്ടിനെന്റ് വൈസിട്ട് ഓരോ രാജ്യങ്ങളുടെ റാംസർ സൈറ്റുകളെ പറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇവിടെ കാണാൻ പറ്റുന്നു. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 80 എണ്ണമാണ് ഉള്ളത്. അതില് ഡേറ്റ് വൈസ് ആദ്യം വന്നത് ചിൽക്ക ലേക്ക് ആണെന്ന് പറയുന്നുണ്ട്. കണ്ടല്ലോ? ആദ്യമായിട്ട് വന്നത് ചിൽക്ക ലേക്ക് ആണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. ഡെസിഗ്നേഷൻ ഡേറ്റ് പറയുന്നു. അവസാനം വന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ? ലോങ്വുഡ് ഷോലയാണ് അവസാനം വന്നത്. നമുക്കിവിടെ ഡെസിഗ്നേഷൻ ഡേറ്റ് കൊടുത്താൽ ചിൽക്ക ലേക്കാണ് ആദ്യം വന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാൽ, ഏരിയ വൈസ് നോക്കിയാൽ ഏറ്റവും വലുത് സുന്ദർബൻസ് ആണ്. ഏറ്റവും വലുത് സുന്ദർബൻസ് ആണ്. രണ്ടാമത് വേമ്പനാടാണ്. വേമ്പനാട് കയ്യിൽ അതൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് ഏരിയ വൈസും അതുപോലെ ഡെസിഗ്നേഷൻ ഡേറ്റ് വൈസും ഒക്കെ നോക്കാം. ഇനി ചെറുത് ഏതാണെന്നുള്ള കാര്യത്തിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ അല്ല. പലരും നോക്കി വെച്ചിരിക്കുന്ന രേണുക വെറ്റ്ലാൻഡ് ആണ് അല്ലെ? പക്ഷെ കഴിഞ്ഞ തവണ വന്ന നമ്മുടെ കന്യാകുമാരി ജില്ലയിലുള്ള, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള വെമ്പന്നൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ്, അതാണ് രേണുകയിനേക്കാളും ഏരിയ വൈസ് കുറച്ചും കൂടെ ചെറുത്. 20 ഹെക്ടറാണ് കൊടുത്തെങ്കിലും 19 മാത്രമേ വെമ്പന്നൂർ ഉള്ളൂ. മനസ്സിലായോ? രേണുക വെറ്റ്ലാൻഡിനേക്കാളും ചെറുതാണ് വെമ്പന്നൂർ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, രേണുകയിനേക്കാളും ചെറുതാണ് വെമ്പന്നൂർ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 2022 75 ആയല്ലോ. അപ്പൊ 2022 വെമ്പന്നൂർ വെറ്റ്ലാൻഡ് ആഡ് ചെയ്തത് എന്നുള്ള കാര്യം എന്ത് ചെയ്യും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഏരിയ വൈസ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓരോ രാജ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, മൊത്തത്തിൽ ഏറ്റവും വലുത് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നോക്കാൻ പറ്റും. ഏരിയ വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലുത് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത്, അല്ല ലോകത്തിലെ ഏറ്റവും വലുത് റിയോ നെഗ്രോ, ബ്രസീലിലുള്ള റിയോ നെഗ്രോ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പിന്നെ നോക്കാൻ പറ്റുന്നുണ്ട് ഡേറ്റ് വൈസ് ആദ്യമായിട്ട് വന്ന വെറ്റ്ലാൻഡ് ഏതാണ്, ഈ പറയുന്ന റാംസർ സൈറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഖോബർഗ് പെൻസുലയാണ്. സൈറ്റ് നമ്പറിൽ 1ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ഖോബർഗ് പെൻസുലയാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും വലുതേതാണ്, ചെറുതേതാണ്, പിന്നെ അതുപോലെ തന്നെ ആദ്യം വന്നത് ഏതാണ്, അവസാനം വന്ന ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി കേരളത്തിൽ എത്ര എണ്ണമാണ് ഉള്ളത്, കേരളത്തിൽ എത്ര റാംസർ സൈറ്റുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ 3 എണ്ണമാണുള്ളത്. കേരളത്തിൽ 3 റാംസർ സൈറ്റ്, ഒന്ന് വേമ്പനാട്, ഒന്ന് ഏതാണ് അഷ്ടമുടി, പിന്നെ മറ്റൊന്ന് ശാസ്താംകോട്ട.
വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട, അതിൽ വലുത് ഏതാണ്? വേമ്പനാടാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അമൃത് ധരോഹർ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്താണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് അമൃത് ധരോഹർ. 2023 ബജറ്റിന് 2022 ബജറ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമൃത് ധരോഹർ പ്രഖ്യാപിക്കുന്നത്. അമൃത് ധരോഹർ സ്കീം എന്ന് പറയുന്നത്. അമൃത് ധരോഹർ വിൽ എയിം ടു കൺസർവ് വെറ്റ്ലാൻഡ്സ് ബൈ പ്രൊമോട്ടിംഗ് ദിയർ ഒപ്റ്റിമൽ യൂസ്. അതായത് ഈ വെറ്റ്ലാൻഡുകളെ പരമാവധി ഉപയോഗിക്കുക. വെറ്റ്ലാൻഡുകളുടെ കൺസർവേഷൻ അവരുടെ പരമാവധി ഉപയോഗത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. അടുത്ത 3 വർഷം കൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എക്കോ ടൂറിസം, കാർബൺ സ്റ്റോക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഭാഗമായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. കാർബൺ സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് വെറ്റ്ലാൻഡുകൾ അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ്, പ്രകൃതിയിലുള്ള കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങളാണ് വെറ്റ്ലാൻഡുകൾ. അതുപോലെ തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക്, ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് വരുമാനം കണ്ടെത്തുക എന്നുള്ളതും അമൃത് ധരോഹറിന്റെ ലക്ഷ്യമാണ്. മറ്റൊന്ന് ഈ സ്കീമിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ സ്കീം സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2030 കൂടി നമ്മൾ അച്ചീവ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഈ പറയുന്ന അമൃത് ധരോഹർ സ്കീം സഹായിക്കുമെന്നാണ് ഈ ഒരു ബജറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അമൃത് ധരോഹർ വെറ്റ്ലാൻഡ് കൺസർവേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. ഇനി കേരളത്തില് ഈ പറയുന്ന നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കാൻ ഒരു നിയമം 2008 വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് ആക്ട് ആണ്, ഏത് നമ്പർ ആണ് ആക്ടിന്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ട് 28 ആണ്. അപ്പോൾ എത്രാമത്തെ ആക്ട് ആണ്? 2007 എത്രാമത്തെ ആക്ട് ആണ്? ആക്ട് 28 ഓഫ് 2008. 2008 28ാമത്തെ നിയമമാണ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പൊ ആ നമ്പറും കൂടെ അറിഞ്ഞിരിക്കുക. 2008 വന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ എന്താണ് നെൽവയൽ എന്ന് പറയുന്നത്? all type of land situated in the state where paddy is cultivated at least once in a year or suitable for paddy cultivation. അതായത് നമ്മുടെ കേരളത്തിലുള്ള കൃഷിക്ക് നെൽവയൽ എന്ന് പറഞ്ഞാൽ ഈ പാഡി എന്ന് വെച്ചാൽ നെല്ല് കൃഷി ചെയ്യാൻ യോഗ്യമായതോ അല്ലെങ്കിൽ നിലവിൽ കൃഷി ചെയ്യുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭൂമികളെയും നെൽവയൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നു. പാഡി ലാൻഡ് എന്ന് വെച്ചാൽ നെൽവയൽ. അതിനകത്ത് അൺകൾട്ടിവേറ്റഡോ ഫാലോ ആകാം. ഫാലോ എന്ന് പറഞ്ഞാൽ തരിശ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിക്ക് യോഗ്യമാണ്, പക്ഷെ നിലവിൽ അവിടെ കൃഷി ചെയ്യുന്നില്ല. അതിനകത്ത് നെൽവയലുകൾക്കൊപ്പം അതിന് ചുറ്റുമുള്ള ബണ്ടുകളുണ്ടല്ലോ, ബണ്ടുകൾ, നെൽവയലുകൾ വേർതിരിക്കുന്ന ബണ്ടുകൾ, അതും നെൽവയൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. ഡ്രൈനേജ്, ചാനൽ, പോണ്ട്, കനാൽ തുടങ്ങിയതെല്ലാം തന്നെ നെൽവയൽ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനകത്ത് വരുന്നു. നെൽവയലിനോട് ചേർന്ന് നിൽക്കുന്ന പോണ്ടുകൾ, ഡ്രൈനേജുകൾ, ചാനലുകൾ തുടങ്ങിയതെല്ലാം തന്നെ ഈ ഒരു നെൽവയൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. സെക്ഷൻ 2.12 നെൽവയലിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം വെറ്റ്ലാൻഡുകൾ എന്താണെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം, ഭൂമിക്കും അതുപോലെ തന്നെ ലാൻഡ് ഏരിയയ്ക്കും വെള്ളത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാൻസിഷണൽ സോൺ ആണ് വെറ്റ്ലാൻഡുകൾ നമ്മൾ പറയാറുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? വാട്ടർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സ്ലഗ്ഗിഷ്ലി മൂവിങ് ഓർ സ്റ്റാൻഡിങ് വാട്ടർ, ചെറുതായിട്ട് ഒഴുകുന്നതോ അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്നതായിട്ടുള്ള വെള്ളം ആകാം. അതുപോലെ തന്നെ സാച്ചുറേറ്റിംഗ് ദ സോയിൽ വിത്ത് വാട്ടർ, ഈർപ്പം ഒരുപാട് കൂടുതലുള്ള ചെളി പോലത്തെ മണ്ണാകാം. എസ്റ്ററി, ഫെൻ, ലഗൂൺ, മാൻഗ്രൂവ്, മാർഷ്, സോൾട്ട് മാർഷ് തുടങ്ങിയതെല്ലാം തന്നെ വരാം. അതിനകത്ത് നമ്മൾ എസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ പറയാറില്ലേ, പൊഴി, അഴി തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ അതെല്ലാം ആകാം. അതുപോലെ മാൻഗ്രൂവ്സ്, കണ്ടൽക്കാടുകളാകാം. മാർഷ് അതായത് ചതുപ്പുകളാകാം. സോൾട്ട് മാർഷ്, ഉപ്പുവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചതുപ്പുകളാകാം. സ്വാം ഫോറസ്റ്റ്, അതും ഈ ചതുപ്പ് തന്നെയാണ്, പക്ഷെ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ചതുപ്പുകളാകാം. പക്ഷെ അതിനകത്ത് പാഡി ലാൻഡോ റിവറോ വരില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, റാംസർ ട്രീറ്റിക്കകത്തും ലോകത്ത് നമ്മൾ പല കൺവെൻഷൻ എടുത്താലും നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടങ്ങൾക്കകത്ത് നെൽവയലുകൾ വരുന്നില്ല. അപ്പൊ കേരളത്തിലെ നിയമപ്രകാരം തണ്ണീർത്തടങ്ങൾക്കകത്ത് നെൽവയലുകൾ വരുന്നില്ല. നെൽവയലുകൾക്ക് വേറെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിവർ, നദികൾ ഒഴുകുന്ന വലിയ രീതിയിൽ കുത്തൊഴുക്കോട് കൂടി ഒഴുകുന്ന നദികൾ എന്തിനകത്ത് വരുന്നില്ല? തണ്ണീർത്തടത്തിനകത്ത് വരുന്നില്ല. അപ്പോൾ നദികളും വയലുകളും തണ്ണീർത്തടത്തിന്റെ ഭാഗമല്ല 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ പ്രകാരം. ഇനി ഇന്ത്യയിൽ 2017 വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു റൂള് കൊണ്ടുവന്നു. അപ്പൊ റൂൾ എന്ന് പറഞ്ഞാൽ പൊതുവിൽ ആക്ടിനോടനുബന്ധിച്ച്, ഒരു നിയമത്തിനോടനുബന്ധിച്ചാണ് റൂളുകൾ പുറത്തിറക്കുന്നത്. 2017 ഒരു റൂള് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഏതോ ഒരു ആക്ടിന്റെ ബേസിലാണ് റൂള് വരുന്നത്. ഏത് ആക്ട് ആണെന്ന് ചോദിച്ചാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986.
1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ബേസിലാണ് ഈ ഒരു റൂള് വന്നത്. എന്താണ് ഈ റൂൾ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന റൂളാണ് 2017 വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ വെറ്റ്ലാൻഡുകളെ ന്യായമായിട്ട് ഉപയോഗിക്കുക, അവയുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന വെറ്റ്ലാൻഡ് റൂളുകളാണ്. ഈ റൂളിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളിൽ എന്ത് വരുന്നത്? സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റികൾ വരുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള വരുന്നത്. അതെന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ചീഫ് സെക്രട്ടറി ആണെന്ന് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ, ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അതിന്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസി. അതായത് നമ്മുടെ ഈ പറയുന്ന വെറ്റ്ലാൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, അവയ്ക്ക് വേണ്ടിയുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ, ചട്ടക്കൂടുകൾ തയ്യാറാക്കുക, അവയ്ക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ, വെറ്റ്ലാൻഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന, ചുമതലയുള്ള ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്, കേരളത്തിൽ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി കേരളയാണ്. ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ചെയർപേഴ്സൺ ചീഫ് മിനിസ്റ്റർ ആണ്. ഇത് വരാൻ കാരണമായ നിയമം ഏതാണ്? വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂൾ 2017. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി എന്താണ് ഈ പറയുന്ന പോലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ, റാംസർ കൺവെൻഷൻ തുടങ്ങിയ മേഖലയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 3 സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് 1 മാർക്ക് 3 സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിൽ 3 ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും 1 മാർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് റാംസർ കൺവെൻഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ, ഈ പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ സഹായകമായി ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർഷെഡ് മാനേജ്മെന്റ്, എന്താണ് വാട്ടർഷെഡ് മാനേജ്മെന്റ്, നീർത്തട സംരക്ഷണം, സിവിക്സിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്